എങ്ങനെ ഉണ്ടാക്കാം? ആദ്യമായി പുളി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി തിരുമ്മി അതിൻ്റെ നീരെടുത്ത് ചണ്ടി ഇതുപോലെ നല്ലതായിട്ട് പിഴിഞ്ഞ് ചണ്ടി എടുത്ത് കളയുക. ഇതുപോലെ നല്ലതായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക. ഇഞ്ചി ചെറുതായി അരിഞ്ഞ് 2 സ്പൂൺ ഉപ്പിട്ട് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് വച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കുക. കരിവേപ്പില, ശർക്കര, പച്ചമുളക്, ചെറിയ ഉള്ളി കൊത്തിയരിഞ്ഞത്, 3-4 ഉണക്കമുളക്, കടുക് വെച്ച് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിക്കുക. ചീനച്ചട്ടി ചൂടാകുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കടുക്, മുളക്, പച്ചമുളക് ഇടുക, അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇടുക, നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് കരിവേപ്പില ഇടുക, ഇളകി കൊടുത്തുകൊണ്ടിരിക്കുക. വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്തിടുക. നല്ല മണം വരുന്നുണ്ട്, മൂക്ക് കടിക്കുന്നു. പുളി ഇവിടെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. തിളച്ച പുളിക്കകത്തോട്ട് നമുക്കിപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കാം. പുളിക്കകത്തോട്ട് ഇപ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര അതിനകത്തോട്ട് അലിഞ്ഞു വരുന്നതാണ്. നമ്മുടെ ഇഞ്ചി നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 2 ടീസ്പൂൺ മുളക് പൊടി, നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടുക. നല്ലതായിട്ട് ഇളക്കി ചേർക്കുക. വീണ്ടും നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം അടുപ്പിൽ വെച്ചു. അത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓർക്കുക, ഈ പുളിവെള്ളത്തിൻ്റെ അകത്ത് ഇപ്പോൾ പുളിയുടെ വെള്ളമുണ്ട്. അതിൻ്റെ തൊട്ട് നമ്മൾ ശർക്കര കഷ്ണം ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അത് നല്ലതായിട്ട് മെൽറ്റായിട്ട് ഇപ്പോൾ നല്ല കുറുകിയിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മളിപ്പോൾ ഈ മിശ്രിതം ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നല്ലതായിട്ട് ഇളക്കി ആ ജ്യൂസ് എല്ലാം അതിന് മുകളിൽ വരുന്ന രീതിയിൽ നല്ലതായിട്ട് ഇളക്കി കയറ്റുക. ഇപ്പോൾ ഏകദേശം പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം തണുപ്പിക്കാൻ വെക്കുക, മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ക്യാമറാമാൻ ലിജോ ചിറയിലിനൊപ്പം സിനു ലിജോ. ആദ്യമായ പരീക്ഷണം.